ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാനങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 8 ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ എടുക്കാറില്ല. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ദിവസം ഒരു ഓർഡറെങ്കിലും കിട്ടണമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഓരോ ഓർഡറെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര വലിയൊരു സന്തോഷമായിട്ടാണ്, ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പാക്കിങ്ങിൻ്റെ ബോക്സുകളൊക്കെ ഇനി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം 50 പാക്കിങ്ങിൻ്റെ ബോക്സിനൊക്കെ ആണെങ്കിൽ 300 സംതിങ് ആണ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി വെളിയിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്, അടുത്തുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് റേറ്റൊക്കെ നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഞാനാണെങ്കിൽ പഴയ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഓർഡേഴ്സൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കാണെങ്കിൽ പണ്ട് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 2-2.5 വർഷം എടുത്തു ഇത്രയും ഓർഡേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നാളൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് അങ്ങനെ എടുക്കാനോ അങ്ങനത്തെ വല്ല പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അന്ന് പിന്നെ എപ്പോഴും അച്ചാച്ചനോടായിരുന്നു പിന്നെ എത്ര നാൾ നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പം പപ്പയോടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കുന്തോറും നമുക്കൊരു വിഷമം മനസ്സിൽ, കാരണം നമ്മൾ രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു തിങ്കിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി ചെയ്ത് ആ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സ്വയം മോട്ടിവേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ കുറയുന്ന ആ ഒരു സമയത്ത് നമ്മളെക്കൊണ്ട് പറ്റും എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരുടെ നമ്പേഴ്സൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് എന്താണ് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഓർഡേഴ്സ് ഞാൻ അധികം ഒത്തിരി അങ്ങനെ എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഒരാളെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ എടുക്കാനും പറ്റത്തില്ല. അപ്പം പറ്റുന്ന ഓർഡേഴ്സൊക്കെ ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നതും. കാരണം നമ്മൾ ഒരാൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നതും, ചെയ്യുന്നതിൽ ലാഗ് വരുന്നത്. അപ്പോൾ ബീഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കും. പിന്നെ കസ്റ്റമൈസേഷൻ ആകുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് മെറ്റീരിയലൊക്കെ വരാനും. ഞാനങ്ങനെ ഒത്തിരി മെറ്റീരിയൽ വാങ്ങിക്കത്തില്ല. ഒത്തിരി വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നോർത്തിൽ നിന്നൊക്കെ അയക്കുന്നവരൊക്കെ ആണെങ്കിൽ 5000, 10,000 അത്രയെണ്ണത്തിന് അവർ ബൾക്കായിട്ടാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പം അത്രയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാലും അത് യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും, ക്ലാവ് പിടിക്കും. ഈ ഓക്സിഡൈസ്ഡ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകുന്നതാട്ടോ. സിൽവറിന് അത്രയും പ്രശ്നമില്ല. പക്ഷേ ഗോൾഡ്, ആൻറ്റീക്ക് ആയിട്ടുള്ള ഗോൾഡൊക്കെ നമ്മൾ നല്ല രീതിയിൽ കവറിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ അങ്ങനെ എടുക്കാത്തത്. വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റോ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ബൾക്കായിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പം ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനങ്ങനെ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ ബ്രോഡ്വേയിലുണ്ട്, കോഴിക്കോടാണെങ്കിൽ SN സ്ട്രീറ്റിലുണ്ടെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ബ്രോഡ്വേയിലെ കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാം, പക്ഷെ അവിടെ പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സ്റ്റോഴ്സൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ മേ ബി കാണുമായിരിക്കും എനിക്ക് തോന്നുന്നു, കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ ട്രിവാൻഡ്രം ആണെങ്കിൽ ചാല മാർക്കറ്റൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അവിടെ ഞാനങ്ങനെ പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അവിടങ്ങളിലൊക്കെ പോയി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നു.
അപ്പം പിന്നാണെങ്കിൽ ഇപ്പം അത്രയൊക്കെ ഉള്ളൂ. പാക്കിങ്ങിൻ്റെ ആ ഒരു ബോക്സുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഇപ്പം സമയം ഏകദേശം ആണെങ്കിൽ 8 മണി അടുക്കാറായി. 8 മണിയും കഴിഞ്ഞ് 9 മണിയൊക്കെ അടുക്കാറായായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഈ ചൂടെന്ന് പറഞ്ഞേക്കുന്നത് ഉഷ്ണതരംഗമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. ചൂട് ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ചൂടാട്ടോ. ഒട്ടും സഹിക്കാൻ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ പുറത്തിറങ്ങിയാലും അകത്തിറങ്ങിയാലും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഭയങ്കരമായ ചൂടാണ്. അപ്പം അതുകൊണ്ടും നമ്മുടെ വർക്ക് അങ്ങനെ ഡിലേ ആവുന്നുണ്ട്. ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളിലത്തെ റൂമിൽ ഇരുന്നാണ്. കാരണം മേളിലാണ് ഒരുപാട് സാധനങ്ങൾ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത്, സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം മേളിലത്തെ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ബോധം കെട്ട് താഴെ വരും. അതുപോലാണ് എൻ്റെ റൂം മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അപ്പം അപ്പം അതിന് ബോക്സിനെയൊക്കെ വാങ്ങിക്കാനുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് അത്രയും നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളതെല്ലാം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു ലേസിനെസ്, ഒരു മടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിക്കളയുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ധൈര്യവും കൂടെ വേണം കേട്ടോ. എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ജോലിക്ക് പോകാനാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ധൈര്യം വേണം. ഒരു സംരംഭം തുടങ്ങാനാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യം വേണം. ആ ധൈര്യം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതാരും നമുക്ക് കൊണ്ടുതരുന്ന ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തോടെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പലരും മറ്റുള്ളവരൊക്കെ പല ബന്ധുക്കളാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ചിലപ്പോൾ വന്നു എന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജുകളൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നുള്ളതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അതങ്ങനെ കണ്ണിങ്ങ് ഉരുട്ടിക്കൊണ്ട് ഞാൻ വന്നത്. അപ്പം ഒരാൾ കയറിപ്പോകുന്ന കാണുമ്പോഴേ ബാക്കിയുള്ളവർക്ക് മൊത്തം കണ്ണുകടിയായിരിക്കും. അപ്പോൾ അതങ്ങനെയാണ്. അപ്പം നമ്മളതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വരുന്ന മെസ്സേജുകൾക്കോ അല്ലെങ്കിൽ കോളുകൾക്കോ കമൻസിനോ ഒന്നും നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത്, നമുക്കാകെ ഈ ഒരു ലോക ജീവിതം എന്ന് പറഞ്ഞേക്കുന്നത് ചെറിയൊരു ജീവിതമാണ്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞത് ഏകദേശം 9:30 10 മണിയൊക്കെ അടുക്കാറായി. അങ്ങനെ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മേക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ടിനി മേക്കിംഗ് വീഡിയോ എടുത്തിനി വെക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നെക്സ്റ്റ് കണ്ടുമുട്ടാം ഡിയേഴ്സ്. ബൈ.